സെപ്റ്റംബർ 29-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ഇ പ്രത്യേകിച്ചും ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് പിഗ് വഴിയാവാം, പന്നികൾ വഴിയാവാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഹെപ്പറ്റൈറ്റിസ് ഇ, ഇതെങ്ങനെയാണ് പിഗ്സ് മനുഷ്യരിലേക്ക് പടർന്നത്, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഒരു റിസർച്ചിൽ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്ന വൈറസ്, അതിനെയാണ് HEV എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇതിനെ കോമൺ ആയിട്ട് റാറ്റ് HEV എന്ന് വിളിക്കാറുണ്ട്. ഇത് ഹ്യൂമൻസിൽ ഇൻഫെക്റ്റഡ് ആയിട്ട് റീസെൻ്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 20ഓളം ഹ്യൂമൻ കേസുകളാണ് റീസെൻ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഇമ്മ്യൂൺ ഫംഗ്ഷൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തികളിൽ നോക്കുമ്പോഴാണ് ഈ ഒരു വൈറസ് ഇൻഫെക്ഷൻ കാണുന്നതായിട്ടുള്ളത്. അതായത് ഒരാളുടെ ശരീരത്തിൽ ഈ ഒരു റാറ്റ് HEV വൈറസ് ചെന്ന് കഴിഞ്ഞാൽ പോലും, അതായത് അയാളുടെ ശരീരത്തിൽ കാര്യമായിട്ടുള്ള ഒരു റാറ്റുമായിട്ടുള്ള എക്സ്പോഷർ ഒന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ശരീരത്തിലേക്ക് ഈ ഒരു വൈറസ് വന്നിട്ടുള്ളതാണ് കാണുന്നതായിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ, അതായത് റാറ്റിൽ നിന്ന് നേരിട്ട് ഹ്യൂമൻസിലേക്ക് വന്നിട്ടില്ല, അതിനു പകരം മറ്റേതോ ഒരു ജീവി വഴിയാണ് ഹ്യൂമൻസിലേക്ക് വന്നതെന്നാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജീവി പിഗ് ആയിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റോ പോക്ക് കൺസംഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർ, അതായത് ഈ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 20ഓളം ആൾക്കാരിൽ നോക്കുമ്പോൾ അവർ പോക്ക് അല്ലെങ്കിൽ ഈ ഒരു പിഗിനെ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതാവാം ഇത്തരത്തിലുള്ള ഒരു റാറ്റ് HEV വരാൻ കാരണം എന്നുള്ളതാണ് സയന്റിസ്റ്റുകൾ അനുമാനിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റാറ്റ് HEVയുടെ ഈ ഒരു സ്ട്രെയിൻസ് ഹ്യൂമൻസിൽ കണ്ടിട്ടുണ്ട്, സെയിം സ്ട്രെയിൻസ് തന്നെ പിഗ്സിലും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാം ലൈക്ക് കണ്ടീഷൻസിന് പടർന്നതാവാം എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി റാറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ബിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ റാറ്റ്സിലാണ് ഈ ഒരു കോമൺ ആയിട്ട് ഈ ഒരു സ്ട്രെയിൻ കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് പോർക്ക് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസിന് ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നത് ഒരു വൈറൽ രോഗമാണ്, വൈറസ് മൂലം പടരുന്ന രോഗമാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ലിവറിനെയാണ്, കരളിനെയാണ് ബാധിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഹ്യൂമൻസിനെ വേൾഡ് വൈഡ് ആയിട്ട് ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും പുവർ സാനിറ്റേഷൻ ഉള്ള വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു സ്ട്രെയിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രെയിനിൻ്റെ പേര് വെച്ചിരിക്കുന്നത് LZK3110 എന്നാണ് ഈ ഒരു സ്ട്രെയിനിൻ്റെ പേര് വച്ചിരിക്കുന്നതെന്നും കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു റാറ്റ് HEVനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസാണ്, ലിവറിനെ ബാധിക്കുന്നതാണെന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ സോഴ്സ് പ്രത്യേകിച്ചും സൂണോട്ടിക് ഡിസീസസുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും വൺ ഹെൽത്ത് പോലുള്ള പോളിസികളെ കുറിച്ചിട്ട്, വൺ ഹെൽത്ത് എന്ന് പറഞ്ഞ പോളിസി ഒരേ സമയത്ത് മനുഷ്യന്മാരുടെ ആരോഗ്യം മാത്രമല്ല മൃഗങ്ങളുടെ ആരോഗ്യം, എൻവയോൺമെന്റ് ആരോഗ്യവും നോക്കണം. കാരണം നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാലഘട്ടത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ. അപ്പോൾ ഇതിനൊക്കെ ഇന്റർലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട്. അടുത്തതും ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. ആൻറ്റിബയോട്ടിക് യൂസും അത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന് കാരണമാകുന്നതും ഒക്കെ വാർത്തകളിൽ നിറയാറുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളം കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഓപ്പറേഷൻ അമൃതും അതിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഓപ്പറേഷൻ അമൃത്, എന്താണ് ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവരാൻ കാരണം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കേരളത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നതായിട്ടുള്ളത്. അതായത് ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ആൻറ്റിബയോട്ടിക്സ് മരുന്ന് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എനിക്കൊരു ആൻറ്റിബയോട്ടിക്സ് മരുന്ന് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം എന്നുള്ളതാണ് ആവശ്യം. അതായത് ഓപ്പറേഷൻ അമൃത് എന്ന് വെച്ചാൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. ആൻറ്റിബയോട്ടിക്സിനെയും ഓവർ യൂസ് തടയുക, അതുവഴി ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പരമാവധി തടയുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ 2024 ജാനുവരി മുതൽ ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കേരളത്തിലെ ആൻറ്റിബയോട്ടിക് യൂസിന്റെ അളവിൽ സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഒരു ഡ്രോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതായത് ഓരോ വർഷവും 1000 കോടിയോളമാണ് കേരളത്തിൽ ഈ ഒരു 1000 കോടിയിലധികം സെയിൽസ് ഉണ്ടാവുന്നുണ്ട്. അതിൽ ഏകദേശം 1000 കോടിയുടെ അടുത്ത് ഡ്രോപ്പ് ആണ് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആന്റിബയോട്ടിക് സെയിൽ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അവരുടെ 1000 കോടിയുടെ സെയിൽ കുറഞ്ഞു. ബട്ട് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വലിയൊരു അസുഖത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ കേരളം എൻഫോഴ്സ് ചെയ്തത് 2011 H1 റൂൾ ആയിരുന്നു. അപ്പോൾ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓവർ ദ കൗണ്ടർ സെയിൽ ഓഫ് ആന്റിബയോട്ടിക്സ് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്സ് കൗണ്ടറിൽ നിന്ന് കിട്ടില്ല, അതിനെ ബാൻ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരള. 2011 H1 റൂളാണ്
ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതായത് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ആന്റിബയോട്ടിക്സിനെ സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. 2013 സെൻട്രൽ ഗവൺമെന്റ് ഈ റൂളിനെ മോഡിഫൈ ചെയ്തു എങ്കിൽ പോലും കേരള വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 2011 റൂളാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതെന്നുള്ളതാണ്. കേരളത്തിൽ ഹൈ ഡോക്ടർ ടു പേഷ്യന്റ് റേഷ്യോ ഉണ്ട്. അതായത് കേരളത്തിലെ ഡോക്ടർമാരുടെ എണ്ണം കൂടുതലാണ് പേഷ്യൻസിനെ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ വെക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. കാരണം ആവശ്യത്തിന് ഡോക്ടർമാരുണ്ട്, നമുക്ക് ഡോക്ടർമാരുടെ അടുക്ക പോവാം, അവരുടെ അടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ വാങ്ങാം, എന്നിട്ട് മരുന്ന് വാങ്ങാം. പക്ഷേ ഇന്ത്യയെ മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല, റൂറൽ മേഖലകളിലൊന്നും ഡോക്ടർമാരില്ല. അതുകൊണ്ട് തന്നെ ഇത് ഓൾ ഓവർ ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്യുക ചാലഞ്ചിങ് ആണ്. അതുകൊണ്ടാണ് 2013 സെൻട്രൽ ഗവൺമെന്റ് ആ ഒരു റൂളിൽ ചേഞ്ച് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഡോക്ടർ അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ പറയുന്നത് വെച്ചാൽ കേരളത്തിന്റെ ഈ ഒരു ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിനെതിരെ ഈ ഒരു സ്റ്റെപ്പ് എടുത്തെങ്കിൽ പോലും അതിന്റെ ഇമ്പാക്റ്റ് വളരെ കുറവായിരിക്കും. ബിക്കോസ് നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് കൂടി ഇതുപോലെ ഒരു മോഡൽ അഡോപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ കാര്യമാവുള്ളൂ എന്നുള്ളതാണ്. അതായത് കേരളം 2013 റൂള് അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതായത് 2013 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫസ്റ്റ് ലൈൻ, അതായത് ആന്റിബയോട്ടിക്സ് തന്നെ ഏറ്റവും ആദ്യം കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് ഉണ്ട്, അത് വർക്ക് ആവുന്നില്ലെങ്കിൽ സെക്കൻഡ് ആന്റിബയോട്ടിക്സ് ഉണ്ട്, അതും വർക്ക് ആവുന്നില്ലെങ്കിൽ തേർഡ് ആന്റിബയോട്ടിക് കൊടുക്കും. അതായത് ആന്റിബയോട്ടിക്സ് എല്ലാം തന്നെ ഒരേ ലൈനിൽ കൊടുക്കുന്നില്ല. ആദ്യം ഒരു ആന്റിബയോട്ടിക് തരും, അത് 5 ദിവസം കഴിക്കാൻ പറ്റും. രോഗം ഭേദമാകുന്നില്ലെങ്കിൽ സെക്കൻഡ് ആന്റിബയോട്ടിക് തരും, അതും ഭേദമാകുന്നില്ലെങ്കിൽ തേർഡ് ആന്റിബയോട്ടിക് തരും. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ കേരളം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് ലൈൻ ആന്റിബയോട്ടിക്സ്, ആദ്യം കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് പോലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പറ്റുന്നതാണ്. സെൻട്രൽ റൂൾ പറയുന്നത് ഫസ്റ്റ് ലൈൻ ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാം, സെക്കൻഡ് ലൈൻ മുതൽ അങ്ങോട്ട് പ്രിസ്ക്രിപ്ഷൻ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോകുന്നതായിരിക്കും കേരളത്തിന് നല്ലത് എന്നുള്ളതാണ് ഈ ഒരു ഡോക്ടർ പറയുന്നത്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളം ഭൂരിഭാഗം സാധനങ്ങളും ഭക്ഷ്യ ഐറ്റങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവിടെ ആന്റിബയോട്ടിക്സ് ഒരു കണക്കുമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ കഴിക്കുന്ന പാലിലും പച്ചക്കറിയിലും മറ്റുമൊക്കെ ആന്റിബയോട്ടിക്സിന് അംശം ഉണ്ടാവും. കാരണം അവിടെ കർഷകർ അത് വാങ്ങിയിട്ട് മനുഷ്യന്മാരിൽ ഉപയോഗിക്കുന്ന മാത്രമല്ല മൃഗങ്ങൾക്കും എല്ലാം കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ആന്റിബയോട്ടിക് റെസിഡ്യൂസ് ഇതുവഴി വരുന്നതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മാത്രം സ്റ്റെപ്പ് എടുത്തതുകൊണ്ട് കേരളത്തെ അത് ഇമ്പാക്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ കേരളത്തിന്റെ ഫുഡ് പ്രൊഡക്ഷനിൽ സെൽഫ് സഫീഷ്യന്റ് ആവുക, കേരളത്തിന് പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നെയ്ബറിംഗ് സ്റ്റേറ്റ്സുമായിട്ട് സഹകരിച്ചുകൊണ്ട് AMR ആക്ഷൻ പ്ലാനുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ H1 റൂളിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് H2 സെൻട്രൽ റൂൾ പോലെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതായിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ മാത്രം സ്റ്റെപ്പ് എടുത്തുകൊണ്ട് നമുക്ക് ഇമ്പാക്ട് ഉണ്ടാവില്ല. ബിക്കോസ് ഇതാണ് ഇഷ്യൂ എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ അമൃത്, ഇത് എവിടുത്തെ പദ്ധതിയാണ്, എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് വെച്ചാൽ കേരളം എടുത്ത സ്റ്റെപ്പ് വളരെ എഫക്റ്റീവ് ആണ്. ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിനെ അഡ്രസ് ചെയ്യാൻ ഹെൽപ്ഫുൾ തന്നെയാണ്, കമൻഡബിൾ ആണ്. നമുക്ക് ആന്റിബയോട്ടിക്സിന്റെ സെയിൽസ് 1000 കോടിയോളം കുറക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷേ നെയ്ബറിംഗ് സ്റ്റേറ്റ്സിനെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിലൊരു മുന്നോട്ട് പോക്ക് നടക്കുള്ളൂ. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് വേണ്ടത്. ഹെൽത്ത് കെയർ അതുപോലെ തന്നെ ആന്റിബയോട്ടിക് ഉപയോഗത്തെ നിയന്ത്രിക്കുകയും വേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കേരളം എടുത്ത പോളിസികൾ മറ്റു സംസ്ഥാനങ്ങളെ കാണിച്ചുകൊണ്ട്, കണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് 1000 കോടിയുടെ ആന്റിബയോട്ടിക് സെയിൽ കുറക്കാൻ വേണ്ടി പറ്റി എന്ന് പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾക്കും അത് ബോധ്യമാവുകയാണ്. അവരും ഇതിനനുസരിച്ച് വരുവാണെങ്കിൽ കേരള ഈ മോഡൽ നമുക്ക് അയൽ സംസ്ഥാനങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. പക്ഷേ അവിടെയും ഈ ഡോക്ടർമാരുടെ ലഭ്യതയൊക്കെ ഒരു ഇഷ്യൂ ആണ്, അതും കൂടെ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ഇന്ത്യയുടെ സാൾട്ട് ഡെസേർട്ട് ആയിട്ടുള്ള റാൻ ഓഫ് കച്ചിനെ കുറിച്ചുള്ള ഒരു വന്ന വാർത്തയാണ്. അപ്പോൾ റാൻ ഓഫ് കച്ചും അതിന്റെ ഫീച്ചേഴ്സും ഇവിടെ നമുക്ക് അവിടുത്തെ ഇന്ത്യൻ വൈൽഡ് ആസ് എന്ന് വിളിക്കുന്ന ലോക്കലായിട്ട് ഖൂർ എന്ന് വിളിക്കുന്ന ഈ ഒരു കഴുത എന്ന് പറയുന്ന ജീവിയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.